നിനക്കല്ലെങ്കിലും അറിയാലോ, നിങ്ങളുടെ കാലുകളിൽ ഒരു ആംഗ്ലൈറ്റ് ഫിക്സ് ചെയ്തത് ഓർമ്മയില്ലേ? അതിനെ ഞാൻ എന്റെ ഈ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. പിന്നൊരു കാര്യം, നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചാലും ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തമ്മിൽ കുതിരയെ പോലെ കിക്ക് ചെയ്യ്. മോണ്ടു മഡാരി മസ്ത് കലന്തർ റിമോട്ട് വെച്ച് ഈ മങ്കീസിനെ കൺട്രോൾ ചെയ്യും. ഇഷ്ടം പോണ ഇനിയും എത്ര സമയമാവുമെന്ന് പറയൂ. ആ ബനാന ട്രക്ക് ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അയ്യോ, ഞാൻ എന്റെ മോനെ, അതായത് ടി രംഗരാജന് എത്രയും വേഗം റിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി നോട്ടി. ആ ബനാന ട്രക്ക് സൺസിറ്റിക്ക് അകത്തേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് അവിടെ ചെന്ന് എത്താവുന്നേ. മമ്മി പ്ലീസ്, ആ ബനാന ട്രക്കിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഗുഡ് മോർണിംഗ് മേയർ അങ്കിൾ. ഷെടാ, അങ്കിൾ എന്താ ഇന്ന് ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല കിക്കോ, ഒരു ബനാന ട്രക്ക് ഡെലിവറി എടുക്കാൻ പോവുകയാണ്. പക്ഷേ ടെമ്പോ അണ്ണന്റെ കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി പോയി. ബനാനയോ? എവിടെയുണ്ട് ബനാന? അതെല്ലാം ഞാൻ തന്നെ അങ്ങ് തിന്ന് തീർക്കും. അയ്യോ, അതൊന്നും നോർമൽ ബനാന അല്ല. ഒരു കാര്യം അറിയോ, അത് ടെമ്പോ അണ്ണ, ഇതുപോലെ ഒരു പബ്ലിക് പ്ലേസിൽ ആ ബനാന ട്രക്കിനെ കുറിച്ചൊന്നും പറയരുത്. സ്പെഷ്യൽ ബനാനയോ? അങ്ങനെയാണെങ്കിൽ ആ ബനാനയെ കുറിച്ച് നമ്മൾ ഒരു വാക്കിൽ പറയണമെങ്കിൽ പ്രഷ്യസിനെക്കാളും വളരെയധികം പ്രഷ്യസ്, വളരെ അപൂർവമായതും. ബനാന എന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് വിശക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഒരു ബനാന ക്യാൻഡി കഴിക്കാൻ പോവാ. പറയൂ ജെറ്റ്ബട്ട്, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? നമ്മൾ വെയിറ്റ് ചെയ്ത കാര്യം ഇപ്പോൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, വളരെ സ്പെഷ്യലായ ബനാന ട്രക്ക് കുറച്ച് സമയത്തിനുള്ളിൽ സൺസിറ്റിയിലേക്ക് എത്തും. നമ്മളെല്ലാവരും ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഇത് ഏത് തരം സീക്രട്ട് ആണ്? എന്തിനു വേണ്ടിയാണ് എല്ലാവരും ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? സോറി കിക്കോ, അതിനെ കുറിച്ച് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഓപ്പൺ പ്ലേസിൽ പറയാൻ പറ്റില്ല. ബോസ്, ഇതിപ്പോ പ്രശ്നമാണെന്നാണല്ലോ തോന്നുന്നത്. ട്രക്ക് സ്പീഡിൽ പോട്ടെ. ആ കുരങ്ങനെ കണ്ട് എന്തിനാ നീ പേടിക്കുന്നേ? അതിനൊക്കെ ഞാൻ 2 സെക്കൻഡിൽ. R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സിഗ്നൽ ഹൈവേയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ റോഡ് വഴിയാണ് ബനാന ട്രക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മി രക്ഷിക്കണേ. മേരാങ്കിൾ, ആ ട്രക്കിനകത്ത് ഏത് തരം സ്പെഷ്യൽ ബനാനയാ ഉള്ളത്? എന്തിനാ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഇതിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. കിക്കോ, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഹൈവേയിൽ ചെന്നെത്തണം. അല്ലെങ്കിൽ സൺസിറ്റിയുടെ ഗവൺമെന്റ് ബാങ്ക് ടോട്ടൽ ലോസ് ആയി പോകും. കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളതുവരെ സൺസിറ്റിക്ക് ഒരു തരത്തിലും നഷ്ടമുണ്ടാവില്ല. ഞാൻ ഇപ്പൊ തന്നെ സൂപ്പർ സ്പീഡോയെ വിളിക്കാം. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഹൈവേയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ട് ചെല്ലണം. ഫോർമുല നമ്പർ 55 അപ്ലൈ ചെയ്യാം. യെസ് ബ്രോ, ഞാൻ ഉടനെ ഫോർമുല നമ്പർ 55 ആക്ടിവേറ്റ് ചെയ്യാം.
ആ 3 ബനാനാസ് ഇപ്പൊ കാണാതെ പോയിരിക്കുകയാണല്ലോ. മേയർ സാറേ, ആ 3 ബനാനാസും 3 കുരങ്ങന്മാർ സൈക്കിളിൽ വന്ന് മോഷ്ടിച്ചോണ്ട് പോയി സാറേ. ഈഷ്, ഭൂമി. ഇനി നമ്മൾ എന്ത് ചെയ്യും? മേയർ അങ്കിൾ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 3 ബനാനസല്ലേ കാണാതെ പോയിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് പഴങ്ങൾ ബാക്കിയുണ്ടല്ലോ. ഡോഡോ, ആ കാണാതെ പോയ 3 ബനാനാസില്ലേ, അത് നീ വിചാരിക്കുന്നത് പോലെ സാധാരണ ബനാനസ് അല്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് മേയർ അങ്കിൾ? അതിൽ അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് എന്താ ഉള്ളേ? ആ 3 ബനാനാസും സ്വർണം കൊണ്ട് ചെയ്ത ബനാനാസ് ആണ്. നിങ്ങൾക്കറിയോ, അതിനെ ഈ ഒറിജിനൽ ബനാനാസിന്റെ കൂടെ മറച്ചു വെച്ച് വളരെ സേഫ് ആയിട്ട് സൺസിറ്റിയിലുള്ള ഗവൺമെന്റ് ബാങ്കിലേക്ക് കൊണ്ടുവരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. മമ്മി, അങ്ങനെയാണെങ്കിൽ ഇതിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ ഗോൾഡൻ ബനാനസ് ആണോ? നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അങ്കിൾ. ഞാൻ ഇപ്പൊ തന്നെ മങ്കീസിനെ ഫോളോ ചെയ്ത് പോകാം. ആ ഗോൾഡൻ ബനാനാസ് ഞാൻ തിരിച്ചു കൊണ്ടുവരും. വാ സൂപ്പർ സ്പീഡോ. അതെ, പോകാം സൂപ്പർ സ്പീഡോ. ഞങ്ങൾ നിന്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ കീക്കോ, ആ മങ്കീസ് ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് പോയതെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡ്രൈവർ അങ്കിൾ പറഞ്ഞത് ആ മങ്കീസ് സൈക്കിളിലാണ് വന്നു പോയതെന്നാ. സൂപ്പർ സ്പീഡോ, അവിടെ സൈക്കിളിന്റെ ടയർ മാർക്സ് ഉണ്ട്. അത് ഫോളോ ചെയ്തു പോയിക്കോ. ആ ടയർ മാർക്സ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് മങ്കീസിനെ കണ്ടെത്താം. കൂൾ ഐഡിയ കീക്കോ. ടയർ മാർക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ കുരങ്ങന്മാർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. സൂപ്പർ സ്പീഡോ, ദാ പോകുന്ന 3 മങ്കീസ്. ഹലോ മങ്കീസ്, ആ ഗോൾഡൻ ബനാനാസ് ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്ക്. മോഷ്ടിക്കുന്നത് വളരെ വലിയ തെറ്റാ. കീക്കോ, നീ പറഞ്ഞൊന്നവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നത്. മങ്കി ലാംഗ്വേജിൽ അവരുടെ കാര്യം പറയ്. ഒരു മിനിറ്റ് നിൽക്ക്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് കൊള്ളാലോ. പീനറ്റോ? ആ പീനറ്റ് മൊത്തം ബ്ലാസ്റ്റ് ആയി കത്തിക്കരിഞ്ഞു പോയി കാണും. ഷെടാ ഡോഡോ, നീ വിചാരിക്കുന്ന പോലെ അത് പീനട്ട് അല്ല. പീനട്ട് ഷേപ്പിലുള്ള ഒരു ബോംബാണ്. ഏതായാലും നീ അത് തിന്നാത്തത് നന്നായി. അല്ലെങ്കിൽ നിന്റെ വയറ്റിനകത്ത് ആ ബോംബ് ബ്ലാസ്റ്റ് ആകുമായിരുന്നു. കീക്കോ, ഒരുപക്ഷെ അത് റോബോട്ടിക് മങ്കീസ് ആയിരിക്കുമോ? റോക്കറ്റ് ഫയർ ചെയ്യട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ, അവർ ഒറിജിനൽ മങ്കീസാ. കാരണം അവർ റോബോട്ട് മങ്കീസ് ആയിരുന്നെങ്കിൽ ബനാനാസ് കഴിക്കില്ല. പക്ഷെ ഇവർ കഴിച്ചത് നമ്മൾ കണ്ടതല്ലേ. അതിന്റെ തോലെടുത്ത് ഡോഡോയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞില്ലേ? സൂപ്പർ സ്പീഡോ, ഈ പ്രാവശ്യം മങ്കീസിനെ വിടരുത്. കൃത്യസമയം നോക്കി ഫോർമുല നമ്പർ 333 അപ്ലൈ ചെയ്യ്. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 333. കീക്കോ, ഞാനിത് റിപ്പയർ ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ സൂപ്പർ സ്പീഡോ, അതുവരെ ഞാൻ ആ മങ്കീസിനെ ഫോളോ ചെയ്യാം. ആ മങ്കീസ് വളരെ സാധാരണമായിട്ട് വെള്ളത്തിൽ ചാടി നീന്തി പോവാണല്ലോ. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ആ മങ്കീസിനെ ഫോളോ ചെയ്യണമെങ്കിൽ ഞാനും വെള്ളത്തിൽ ചാടി പോയേ പറ്റുന്നാ തോന്നുന്നേ.
സൂപ്പർ സ്പീഡോ, എത്രയും വേഗം നീ ആ മൗണ്ടൈനടുത്തേക്ക് ചെല്ല്. ആ 2 മങ്കീസും അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ആ 2 മങ്കീസും എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ അവർ ഇങ്ങോട്ട് പോയി കാണും. ആ 3ാമത്തെ മങ്കിയെ ഞാൻ സൺസിറ്റിയിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നീ അങ്ങോട്ട് തന്നെ പോയിക്കോ. അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലീഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. മോണ്ടു മടാരി മസ്ത് കലന്തർ, റിമോട്ട് വെച്ച് ഞാൻ എന്റെ ഈ കുരങ്ങന്മാരെ കൺട്രോൾ ചെയ്യും. ഗോൾഡൻ ബനാനാസിനെ നിങ്ങൾ സക്സസ്ഫുൾ ആയി ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ ചിമ്പുവിനെ അവരുടെ അടുത്ത് വിട്ടേച്ച് വന്നിരിക്കുകയാണ് അല്ലേ? അവൻ കുരങ്ങാണെങ്കിലും കഴുത പോലെ മണ്ടത്തരമായ ജോലിയാ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോ അതിഭയങ്കരമായ ശിക്ഷ നൽകാൻ പോവുകയാണ്. നിനക്കല്ലെങ്കിലും അറിയാലോ, നിങ്ങളുടെ കാലുകളിൽ ഒരു ആംഗ്ലറ്റ് ഫിക്സ് ചെയ്തത് ഓർമ്മയില്ലേ? അതിനെ ഞാൻ എന്റെ ഈ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. പിന്നൊരു കാര്യം, നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചാലും ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കുതിരയെ പോലെ കിക്ക് ചെയ്യ്. മോണ്ടു മടാരി മസ്ത് കലന്തർ റിമോട്ട് വെച്ച് ഈ മങ്കീസിനെ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നേരെ സൺസിറ്റിയിലേക്ക് ചെല്ല്. കറക്റ്റ് ആയിട്ടുള്ള ചാൻസ് നോക്കിയിട്ട് നമ്മുടെ ചിമ്പുവിനെ റിലീസ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. മോണ്ടു മടാരി മസ്ത് കലന്തർ, റിമോട്ട് വെച്ച് ഞാൻ ഈ മങ്കികളെ കൺട്രോൾ ചെയ്യും. എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ആ മങ്കീസ് എങ്ങനെയാ വെള്ളത്തിൽ ചാടി നീന്തി പോയത്? അതെന്താ അത്? ആംഗ്ലറ്റോ? അതിൽ മോണ്ടു മടാരി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കീക്കോ, ഞാൻ ആ ആംഗ്ലറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അത് സാധാരണ ആംഗ്ലറ്റ് അല്ല, അതൊരു ഇലക്ട്രോണിക് കൺട്രോളിംഗ് ഡിവൈസ് ആണ്. റിമോട്ട് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ മങ്കീസിനെ കൊണ്ട് എന്ത് ജോലിയും ചെയ്യിപ്പിക്കാം. എന്നുവെച്ചാൽ മോണ്ടു മടാരി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഈ കുരങ്ങന്മാരെ കൺട്രോൾ ചെയ്ത് ഇവരെ വെച്ച് കൊള്ളയടിക്കാണെന്നാ തോന്നുന്നത്. അതെല്ലാം ഓക്കെ, പക്ഷേ ഒറിജിനൽ ബനാനാസിന്റെ നടുക്ക് ആ 3 ഗോൾഡൻ ബനാനാസ് രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഈ കാര്യം ആ മോണ്ടു മടാരിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ആ രഹസ്യം എനിക്കും പിന്നെ ടെമ്പോ അണ്ണ, ജെറ്റ്പഡ്, പിന്നെ ട്രക്ക് ഡ്രൈവറിന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവര് പറയുന്നതും ഒരു പോയിന്റ് ആണ്. ഒരു പക്ഷേ ആ ട്രക്ക് ഡ്രൈവർ മങ്കിമാൻ ആയിരിക്കുമോ? ഒരു പക്ഷെ അങ്ങനെയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ശരി, വാ, നമുക്ക് ചെന്ന് അവനെ തേടി കണ്ടെത്താം. അതുവരെ നിങ്ങൾ എല്ലാവരും ഈ മങ്കിയെ വാച്ച് ചെയ്തോണ്ടിരിക്കെ. ഒരു പക്ഷെ ആ മോണ്ടു മടാരി ഇവനെ രക്ഷിക്കാൻ ഇങ്ങോട്ട് വരും. ഇപ്പൊ നമ്മൾ ആ ഡ്രൈവറിനെ എങ്ങനെ തേടി കണ്ടെത്തും? നമുക്കവന്റെ അഡ്രസ് പോലും അറിയില്ലല്ലോ. കിക്കോ, സൂപ്പർ സ്പീഡോ, ദേവീത്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ആ ഡ്രൈവറെ പെട്ടെന്ന് കാണാതായിരിക്കും. 3 ഗോൾഡൻ ബനാനാസ് മോഷണം പോയതിനു ശേഷം അവരെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. കീക്കോ, ഒരു പക്ഷേ നമ്മൾ സംശയിച്ചത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ആ ഡ്രൈവർ ആയിരിക്കും മോണ്ടു മടാരി, മങ്കീസിനെ വെച്ച് കൊള്ളയടിക്കുന്നവൻ. ചെക്ക് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവൂ. നിങ്ങൾക്ക് ആ ഡ്രൈവറിന്റെ വീട് അറിയാമോ? ആ, അതെ അറിയാം. അവൻ സൺസിറ്റിയുടെ ആ സൈഡിലാ താമസിച്ചിരുന്നത്. ശരി, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ വന്ന് അവന്റെ വീട് കണ്ടുപിടിക്കാനുള്ള വഴി കാണിക്കൂ. അയ്യോ, ഈ വ്യത്യസ്തമായ മങ്കിയുടെ കൂടെ ചേർന്ന് ഒരു സെൽഫി എടുത്തേ പറ്റൂ. അയ്യോ, എന്റെ ക്യാമറയുടെ ഫ്ലാഷ് പെട്ടെന്ന് എങ്ങനെ ഇത്രയ്ക്ക് പവർഫുൾ ആയത് കണ്ടില്ലേ? എന്റെ ദൈവമേ, ആ മങ്കീസ് എങ്ങനെ വീണ്ടും ഇങ്ങോട്ട് വന്നത്? R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സൂപ്പർ സ്പീഡോ, നീ വണ്ടി തിരിക്കേ. അയ്യോ,
ടെമ്പോ ആണ് ഇവിടെ ഉള്ളപ്പോ നിങ്ങൾക്ക് ആ മൂന്നാമത്തെ കുരങ്ങനെ രക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവര് നമ്മൾ വിചാരിച്ച പോലെ സാധാരണ കുരങ്ങന്മാരല്ല, ഭയങ്കര കുരങ്ങന്മാരാണ്. എന്ന് വെച്ചാ സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം സാറിന്റെ കൈ ഒരു അല്പസമയത്തിൽ സ്ലിപ്പാവുന്ന തോന്നേ. താങ്ക് യു കിക്കോ. ആ രണ്ടു കുരങ്ങന്മാരും ആ മൂന്നാമത്തെ കുരങ്ങനെ രക്ഷിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അവർ ആ ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത്. വേഗം ചെന്ന് പിടിച്ചോണ്ട് വാ. അവരുടെ സൈക്കിൾ ഇവിടെ കിടപ്പുണ്ടല്ലോ. അവര് മൂന്നുപേരും എങ്ങോട്ടാ പോയത്? ഇപ്രാവശ്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഞാൻ അവരുടെ പുറകെ പോകും. എവിടെയൊക്കെ അവര് കാല് വെക്കുന്നു അതേ സ്ഥലത്ത് ഞാനും എന്റെ കാല് വെച്ച് മുന്നോട്ട് പോകും. സൂപ്പർ സ്പീഡോ, നീ ഫോർമുല നമ്പർ 555 അപ്ലൈ ചെയ്യേ. സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് എന്റെ ഷോൾഡറിൽ വന്നിരിക്കേ. ഷെടാ, ഇത് ട്യൂബാണല്ലോ. ഇപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. ശരിക്കും ആ മങ്കീസ് വെള്ളത്തിലല്ല, ഈ ട്യൂബിൽ കൂടെയാണ് നടന്നു പോയിരിക്കുന്നത്. അതെ, എല്ലാവരും ചേർന്ന് എന്നെയും അതുപോലെ ഒന്ന് ഹഗ് ചെയ്യൂ. നിങ്ങളെ യൂസ് ചെയ്ത് ആരോ കൊള്ളയടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ആൾ ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ നമുക്കവനെ പിടികൂടാം. നിക്ക്, ആദ്യം അവരുടെ ആംഗ്ലറ്റ് കട്ട് ചെയ്തേക്കാം. അത്ര പെട്ടെന്ന് ആ ആംഗ്ലറ്റിന് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യം നമ്മൾ അതിന്റെ റിമോട്ട് കണ്ടെത്തണം. നമ്മൾ ആ റിമോട്ട് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിരിക്കുന്ന ആളെ ആദ്യം കണ്ടെത്തണം. അവനാണ് റിമോട്ട് വെച്ച് ഈ 3 പേരെയും കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ 3 പേരും എവിടെയാ താമസിക്കുന്നത്? നമ്മുടെ സംശയം ശരിയാണ്. ഈ ഡ്രൈവർ തന്നെയാണ് കുരങ്ങുകളെ യൂസ് ചെയ്ത് ഇങ്ങനെ കൊള്ളയടിച്ചിരിക്കുന്നത്. ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഇവൻ ഉറങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. അവൻ അബോധാവസ്ഥയിലാന്നാ തോന്നുന്നേ. ആണോ? എന്നാ പിന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. എന്നെ വിട്ടേക്കൂ പ്ലീസ്, എന്നെ വിട്ടേക്കൂ. ഡ്രൈവർ അങ്കിൾ പേടിക്കണ്ട, ഇത് ഞാനാണ് കീക്കോ.
അല്ല നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? അതാദ്യം പറയൂ. അറിയില്ല കീക്കോ, ആരോ എന്റെ കണ്ണിൽ തുണി വെച്ച് കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എനിക്ക് അവന്റെ മുഖം കാണാൻ പറ്റിയില്ല. കീക്കോ, എനിക്ക് തോന്നുന്നത് ഇവനാണ് മോണ്ടു മഡാരി എന്നാണ്. നമ്മളെ കണ്ട് കള്ളം പറയുകയാണ് ഇവൻ. ഒരു കാര്യം ചെയ്യാം, എല്ലാരെയും വിളിച്ചോണ്ട് നമുക്ക് സൺസിറ്റിയിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാം തീരുമാനിക്കാം. കീക്കോ, തീർച്ചയായിട്ടും ഈ ഡ്രൈവർ തന്നെയാണ് മോണ്ടു മഡാരി എന്ന് തോന്നുന്നു. ആ ഗോൾഡൻ ബനാനാസ് തീർച്ചയായിട്ടും ഇവന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം. എല്ലാം നമുക്കിപ്പൊ കണ്ടെത്താം മേയർ അങ്കിൾ. കമോൺ സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 888. ഞാൻ ആ റിമോട്ടിൽ നിന്ന് പുറത്തു വരുന്ന റേസർ ട്രേസ് ചെയ്തിട്ട് അവിടെ ഒരു സിഗ്നൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിമോട്ട് എവിടെ ഉണ്ടെങ്കിലും അത് ഉടൻ തന്നെ വൈബ്രേറ്റ് ആകാൻ തുടങ്ങും. ആരുടെ കയ്യിൽ ആ ഒറിജിനൽ റിമോട്ട് ഉണ്ടോ അവനാണ് ഒറിജിനൽ മോണ്ടു മഡാരി. സിഗ്നൽ അയക്കുന്നത് നിർത്ത് സൂപ്പർ സ്പീഡോ. ഒറിജിനൽ മോണ്ടു മഡാരി ആരാണെന്ന് മനസ്സിലായി. അവനാണ് ഡ്രൈവർ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയിട്ട് തന്റെ ഗോഡൌണിൽ മറച്ചു വെച്ചിരുന്നത്. നമ്മൾ അവനെ കാണുമ്പോ അവനാണ് മോണ്ടു മഡാരി എന്ന് വിചാരിക്കുമല്ലോ. വാ, വളരെയധികം നന്ദിയുണ്ട് കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. നിങ്ങളുടെ രണ്ടുപേരുടെയും ബ്രെയിൻ വർക്കും ടാലന്റും അടിപൊളി. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ 3 കുരങ്ങന്മാരെയും കൺട്രോൾ ചെയ്തിട്ട് എല്ലാം അടിച്ചു മാറ്റിയിട്ട് വലിയൊരു പണക്കാരനാവാന്നാ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ നിന്റെ ഈ ബ്രില്യൻസിനുള്ള ശിക്ഷ ടോട്ടൽ സൺസിറ്റിയും അനുഭവിച്ചേ തീരൂ. മോണ്ടു മദാരി മസ്ത് കലന്തർ. റിമോട്ട് കൊണ്ട് ഞാൻ എന്റെ മങ്കീസിനെ കൺട്രോൾ ചെയ്യും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുക. ഈ 3 കുരങ്ങുകളും വെച്ച് ഞാന് ടോട്ടൽ സൺസിറ്റിയും നശിപ്പിക്കാൻ പോവുകയാണ്. 3 മങ്കീസും ആക്ടിവേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ റിമോട്ട് തകർക്കണം. ഇനിയിപ്പോ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂന്നാ തോന്നുന്നേ. ഇത്രയും ദിവസം കൊരകിനെ വെച്ച് കളിപ്പിച്ച നിന്നെ ഞാൻ ജയിലിലിട്ട് കൊരക് കളിപ്പിക്കാൻ പോവാ. എന്ന് വെച്ചോ, സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.